മൈദയുണ്ട്, ഗോതമ്പ് പൊടിയുണ്ട്, മഞ്ഞൾ പൊടിയുണ്ട്, പിന്നെ അത് ഈ ഒരു സ്പെഷ്യൽ സാധനമുണ്ട്. ഇതെന്താണെന്നുള്ളത് വീഡിയോയുടെ ഏറ്റവും അവസാനം പറഞ്ഞുതരാം. അപ്പോൾ എന്തായാലും നമുക്ക് സ്പോട്ടിൽ ഇരുന്നിട്ട് കാണാം. പരല് പിടിക്കാനാണ് പോണത്. വേറെ എന്തെങ്കിലും കിട്ടുവാണെന്നും കൂടെ നമുക്ക് നോക്കാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചെറിയൊരു പനിയുണ്ട്, അപ്പോൾ എന്തായാലും വീഡിയോ ഇട്ട് പോവാം. ഞാനുണ്ട്, ചേട്ടനുണ്ട്, പിന്നെ അപ്പുറത്തൊരു ഫാമിലി ഇരിപ്പുണ്ട്. ചേച്ചി സൂപ്പറായിട്ട് കരിമീൻ പിടിക്കും. കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ഇഷ്ടം പോലെ കരിമീൻ ഇവിടുന്ന് പിടിച്ചതാണ്. അതുകൊണ്ടാണ് ഇന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നത്. ഇതൊരു സൈസ് കൊളുത്ത്, പിന്നെ അതിൻ്റെ ചെറുത് ഇതുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് പുതിയ ചൂണ്ട. സംഭവം പനവടിയാണ്. പോളോഡിൻ്റെയൊക്കെ ഒരു കാലം മടുത്തായി തുടങ്ങി. പോളോടൊക്കെ മടുത്തു തുടങ്ങി. അപ്പോൾ അതിലെ പനവടിയെ സെറ്റാക്കിയത് എനിക്ക് അവിടെ കിടന്ന് കിട്ടിയ കഴിഞ്ഞ പ്രാവശ്യം ചൂണ്ടാൻ പോയപ്പോൾ കിട്ടിയൊരു പനവടിയാണ്. ഇവിടെ ഇരിക്കണവന്മാരെ കണ്ടോ, ഇവന്മാരാണ് വിഷയം. ഉള്ള മീനെ മൊത്തം ഇവന്മാരെ പിടിച്ച് ചേർക്കും. ഇവന്മാർ ഓടിച്ചുവിടാതെ രക്ഷയില്ല. ആദ്യം ഇവന്മാരാണ് നമ്മൾ ഓടിക്കാൻ വേണ്ടിയിട്ട്. ആമയാ, ആമത് പൊട്ടിപ്പോയി. ഞാൻ പിടിച്ചെടുത്തേനല്ല. ആമ അടിച്ചിരിക്കുന്നു കായലിൽ നിന്ന്. ആമ അടിപൊളി സാധനം. കായലിൽ മൈദയിലിട്ട് ആമ അടിച്ചിരിക്കണം. എൻ്റെ പോറ്റിന് ആദ്യത്തെ സംഭവം. പിന്നെ മൈദ നമ്മൾ എടുക്കുമ്പോൾ നല്ല ഹാർഡായിട്ട് എടുക്കാതിരിക്കലും. മൈദ അത്യാവശ്യം ലൂസാക്കി എടുക്കാവുള്ളൂ, എങ്കിലും അതിനകത്ത് പരല് കയറി കൊത്തത്തുള്ളൂ. പിന്നെ നമ്മുടെ ആ സ്പെഷ്യൽ സാധനം അത് ഞാൻ പറഞ്ഞുതരാം. അത് പഞ്ചസാര വെള്ളമാണ്. പഞ്ചസാരയും വെള്ളവും കൂടെ മിക്സി കാത്തിട്ട് നല്ലപോലെ അടിച്ചെടുക്കുന്ന സാധനമാണ്. അതാണ് നമ്മൾ ചേർക്കുന്ന വെള്ളം. വേറെ വെള്ളവും ചേർക്കത്തില്ല അതിൻ്റെ അകത്ത്. നമ്മൾ ചെറിയ ഒരു മാക്സിമം ഒരു ഉണ്ടയാക്കി എടുത്തിട്ട് ഇട്ട് കൊടുക്കുക. ഉറപ്പായിട്ട് മീൻ അടിക്കും. ജസ്റ്റ് ഹുക്കാനും. എന്തുവാ പരല? ആദ്യത്തെ പരല് കിട്ടിയിട്ടുണ്ട്. യൂട്യൂബിൽ മോണിറ്റേഷൻ ഇതാക്കിയിരിക്കും, സ്ട്രിക്റ്റ് ആക്കിയിരിക്കും. കോപ്പി വീഡിയോ ഇടാൻ പറ്റത്തില്ലേ? കോപ്പി ഇടാൻ പറ്റത്തില്ല. വീഡിയോ ഇടാൻ പറ്റത്തില്ല. നമ്മൾ കോപ്പി ഇടുന്നില്ലല്ലോ. അവിടെ നിന്നില്ലല്ലോ. നമ്മുടെ വീഡിയോ പുറത്ത് പേടിക്കേണ്ട ആവശ്യമില്ല. ഇത് അവർ മറ്റേ റിയാക്ഷൻ വീഡിയോ എടുത്തില്ല, അൻസിലിനെ പോലുള്ളവന്മാരൊക്കെ. ഉണ്ടോ? എന്തുവാ പരല്? ഈ അടുത്ത പരല് ഇച്ചിരി വലുതാണല്ലേ? ഒരു കിറ്റ് പറ. എടുത്തിട്ടോ. മൊത്തം പരലാണ്. പരല് മതി. കരിയും പിടിക്കും.
വാള കിട്ടുന്നവരെ ഉള്ളടാ നീയൊക്കെ ഇവിടെ. നമ്മളാ നേരത്തെ കണ്ട നീർക്കാക്കകൾ പിന്നെ ഇവിടെ വന്ന് നിൽപ്പുണ്ട്. അത് ഉണ്ടെങ്കിൽ നമുക്ക് മീൻ കിട്ടത്തില്ല. ഉള്ള മീനെ മൊത്തം ഇത് പൊതു തിന്നുകൊണ്ടിരിക്കും. പിന്നെ ഇവിടെ ഉള്ള ഏറ്റവും വലിയ ശല്യമാണ് കഴുന്ന. കഴുന്നയും നീർക്കാക്കയാണ് ഇവിടെ കൂടുതലുള്ളത്. അതിനെ നമ്മൾ കല്ല് വെച്ചെറിഞ്ഞ് പിടിച്ചേക്കാം അപ്പം തന്നെ. കാത്തിരിപ്പാണ് പിന്നെ ഏറ്റവും വലിയ ലക്ഷ്യം. ചൂണ്ടിടലിൽ ഏറ്റവും വേണ്ട സാധനമാണ് ക്ഷമ. കുറേ നേരം ഇങ്ങനെ ചുമ്മാ കുത്തിയിരുന്നു, ഒന്നും കിട്ടണില്ല കുറേ നേരമായിട്ട്. കിട്ടി കൊള്ളാം. ഇന്ന് പരല് വെള്ളം തോന്നുന്നു. കരിമീനില്ലെന്ന് ഇറക്കമുണ്ടോ? പിന്നെ അങ്ങനെ കുറേ നേരം ഇരുന്ന് വലിയ കൊത്തലും കാര്യങ്ങളൊന്നും ഇല്ല. നല്ല മഴക്കാറും ഉണ്ടായിരുന്നു. വെള്ളം നല്ലപോലെ കലങ്ങി വരുന്നുണ്ട്. പിന്നെ നല്ല ഒഴുക്കുണ്ട്. അപ്പോൾ ഒരിക്കലും തീറ്റ കിടക്കത്തില്ല. നമ്മളിടുന്ന തീറ്റ കട്ടി കുറവായതുകൊണ്ട് തന്നെ പെട്ടെന്ന് പോവുകയും ചെയ്യും. കൊളുത്തെത്തും കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ പതുക്കെ പരിപാടി നിർത്തി വെച്ച്. പിന്നെ ഇടയ്ക്കൊന്ന് ഇട്ട് നോക്കിയാൽ അപ്പോൾ 1-2 പരലൊക്കെ നമുക്ക് ചീട്ടിയായിരുന്നു. അതിനൊന്നും ഇതിട്ട് ആടിയായിട്ടില്ല. അപ്പോൾ തീറ്റ നല്ല സൂപ്പർ തീറ്റ കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എന്തായാലും നമുക്കൊരു അടുത്ത വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. പിന്നെ ഇപ്പോൾ നമ്മുടെ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ കൂടെ വന്നിട്ടുണ്ട്. അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും ഒന്ന് അടിച്ചു വിട്ടേക്കാം കേട്ടോ.